أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. എല്ലാവരുടെയും വിഷമങ്ങളെ അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 35-ാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 35-ാമത്തെ ഇസ്മ ഗഫൂർ എന്നുള്ളതാണ്. ഗഫൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ പൊറുക്കുന്നവൻ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരു കള്ളൻ കയറി. നമ്മുടെ വിലപിടിപ്പുള്ള സ്വർണമെല്ലാം കള്ളൻ കട്ടുകൊണ്ടുപോയി. സ്വർണത്തിന് 1 പവന് 1,00,000 അടുത്തേക്ക് വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 1 പവൻ കൊണ്ടുപോയാൽ തന്നെ വലിയ സംഖ്യയാണ്. 5 പവന്റെ മാല കള്ളൻ കട്ടുകൊണ്ടുപോയി. അങ്ങനെ കള്ളനെ നമ്മൾ പിടിച്ചു. കള്ളൻ നമ്മോട് മാപ്പ് പറഞ്ഞു, നമ്മോട് പൊരുത്തം ചോദിച്ചു, ഇനി ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ഒരു കാരുണ്യം കൊണ്ട്, ഔദാര്യം കൊണ്ട് അവന് പുറത്തു കൊടുത്തു, മാപ്പാക്കി കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും കള്ളൻ നമ്മുടെ വീട്ടിൽ കയറിയിട്ട് വീണ്ടും കുറച്ച് സ്വർണം കൊണ്ടുപോയി. ആ സമയത്ത് കള്ളനെ നമ്മൾ മാപ്പ് കൊടുക്കുമോ? നമ്മൾ മാപ്പ് കൊടുക്കാൻ ഒന്ന് മടിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തെറ്റ് ചെയ്തു. നമ്മൾ അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിച്ചു, അല്ലാഹു നമുക്ക് പുറത്തു തന്നു. വീണ്ടും നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പ് ആ തെറ്റ് തന്നെ ആവർത്തിച്ചു. അല്ലാഹുവോട് നമ്മൾ പൊറുക്കലിനെ ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ അല്ലാഹു നമുക്ക് പുറത്തു തരും. 1 പ്രാവശ്യമല്ല, 10 പ്രാവശ്യമല്ല, 100 പ്രാവശ്യം തെറ്റുകൾ നാം ആവർത്തിച്ചാലും അല്ലാഹുവേ എനിക്ക് പൊറുക്കണേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. അങ്ങനെയുള്ള അല്ലാഹു, ആ അല്ലാഹുവിനെയാണ് ഗഫൂർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഗഫാർ എന്നൊക്കെ വിളിക്കുക. ഏറെ പൊറുക്കുന്നവനായ അല്ലാഹ് എന്നാണ് ഗഫൂർ എന്നുള്ള വാക്കിന്റെ അർത്ഥം. നന്നായി പൊറുക്കുന്നവനായ അല്ലാഹ്. ഒരുപാട് അമലുകൾ ഗഫൂർ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളുടെയും മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ ഗഫൂർ എന്നുള്ള ഇസ്മിന്റെ ചില അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്നാമത്തെ അമൽ എന്നുള്ളത് പാപം പൊറുക്കാൻ തന്നെയാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈനംദിനം പാപം ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരാൻ ഗഫൂർ എന്നുള്ള ഇസ്മിനെ ധാരാളം നമ്മൾ അധികരിപ്പിച്ചാൽ മതി. യാ ഗഫൂർ യാ അല്ലാഹ്. അല്ലാഹുവിൻ്റെ ഇസ്മുകളൊക്കെ ജലാലിയത്തിൻ്റെ ഇസ്മു ചേർത്താണ് നമ്മൾ പറയേണ്ടത്. യാ ഗഫൂർ യാ അല്ലാഹ്, യാ ഗഫൂർ യാ അല്ലാഹ്, യാ ഗഫൂർ യാ അല്ലാഹ് എന്ന് നിരന്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ പാപങ്ങളെ പൊറുക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ അമൽ. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം നമുക്കറിയാം. പാപങ്ങൾ പൊറുക്കുക എന്നുള്ളത് മാത്രമല്ല, ജീവിതത്തിൽ ഖൈറും ബർക്കത്തുണ്ടാകാനും റിസ്ക് വിശാലമാകാനും ജീവിതത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാനും ഗഫൂർ എന്നുള്ള ഇസ്മിനെ നമ്മൾ അധികരിപ്പിക്കുന്നതിലൂടെ അല്ലാഹു നമുക്ക് നൽകും എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് തന്നെയുണ്ട്. നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ അമൽ എന്നുള്ളത് പനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജലദോഷം, തലവേദന, കഫക്കെട്ട്, ചുമ, ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടല്ലോ. അതാണ് പനിയുമായി ബന്ധപ്പെട്ട് സാധാരണ വരാറുള്ള അസുഖങ്ങൾ. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഗഫൂർ എന്നുള്ള ഇസ്മിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? ഒരു റൊട്ടിയിൽ ഗഫൂർ എന്നുള്ള ഇസ്മിനെ നമ്മൾ എഴുതുക. തേനുകൊണ്ട് എഴുതാം, അല്ലെങ്കിൽ മറ്റുള്ള എഴുതാൻ പറ്റുന്ന ചില രൂപങ്ങളുണ്ട്, ചില മഷികളുണ്ട്. ആ രൂപത്തിൽ നമുക്ക് എഴുതാം. റൊട്ടിയിൽ ഗഫൂർ എന്ന് നമ്മൾ എഴുതുക. എന്നിട്ട് ആർക്കാണോ പനിയുള്ളത് അവർക്കത് കഴിക്കാൻ കൊടുക്കുക. നമുക്കാണ് പനിയെങ്കിൽ നമ്മളത് സ്വയം കഴിക്കുക. അതോടൊപ്പം 1000 തവണ യാ ഗഫൂർ യാ അല്ലാഹ്, യാ ഗഫൂർ യാ അല്ലാഹ്, യാ ഗഫൂർ യാ അല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗത്തിനൊരു ശിഫ നൽകും എന്ന്
നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് മുൻകോപത്തിന്. പല ആളുകൾക്കും മുൻകോപം ഉണ്ടാകുമല്ലോ. ചില വിഷയങ്ങൾ കാണുമ്പോൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുമ്പോൾ, ജോലി സംബന്ധമായ വിഷയങ്ങൾക്കിടയിൽ ഒക്കെയും ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്. കുടുംബങ്ങളോട് ദേഷ്യപ്പെട്ടേക്കാം, ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ ദേഷ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരോടോ മേലുദ്യോഗസ്ഥരോടോ ദേഷ്യപ്പെട്ടേക്കാം, സഹപ്രവർത്തകരോട് ദേഷ്യപ്പെട്ടേക്കാം. ഇങ്ങനെ മുൻകോപം വളരെ അപകടമാണ്. പലപ്പോഴും മുൻകോപികൾ പറയാറുണ്ട്, ദേഷ്യപ്പെടേണ്ട എന്ന് ഞാൻ വിചാരിക്കും, പക്ഷേ ദേഷ്യപ്പെട്ടു പോവുകയാണ്, പിന്നീടത് വേണ്ട എന്നും എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. മുൻകോപം മാറിക്കിട്ടാൻ ഗഫൂർ എന്നുള്ള ഇസ്മിനെ 5 നേര നമസ്കാര ശേഷം നാം പതിവാക്കുക എന്നുള്ളതാണ്. യാ ഗഫൂർ യാ അല്ലാ, യാ ഗഫൂർ യാ അല്ലാ, യാ ഗഫൂർ യാ അല്ലാ എന്ന് 111 പ്രാവശ്യം വെച്ച് 5 നേര നമസ്കാര ശേഷം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ മുൻകോപത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് ആരോഗ്യം നിലനിന്ന് കിട്ടാൻ, അല്ലെങ്കിൽ ആരോഗ്യത്തിൽ വർധനവുണ്ടാകാൻ. നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറ. മനുഷ്യന്മാർ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന ജോലിയെ ബാധിക്കുന്ന അനാരോഗ്യം നമുക്കുണ്ടാകുമ്പോൾ ആരോഗ്യം നിലനിന്ന് കിട്ടാൻ, ആരോഗ്യം വർദ്ധിക്കാനൊക്കെ ഈ ഇസ്മിനെ ഒരു പാത്രത്തിൽ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. തേനുകൊണ്ട് എഴുതാം, അതുപോലെ എഴുതാൻ പറ്റുന്ന മഷികളെ കൊണ്ടൊക്കെ നമുക്ക് എഴുതാം. ഗഫൂർ എന്നുള്ള ഇസ്മിനെ ഒരു പാത്രത്തിൽ എഴുതിയിട്ട് മഴവെള്ളം കൊണ്ട് ആ എഴുതിയത് മായ്ച്ച് നാം വെറും വയറ്റിൽ കുടിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം രാവിലെയും വൈകുന്നേരവും യാ ഗഫൂർ യാ അല്ലാ, യാ ഗഫൂർ യാ അല്ലാ എന്ന് 100 പ്രാവശ്യം ചൊല്ലി കയ്യിലേക്ക് ഊതിയിട്ട് ആ കൈ കൊണ്ട് 2 കണ്ണും തടവിക്കഴിഞ്ഞാൽ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകും, ബറക്കത്തുണ്ടാകും, വർധനവുണ്ടാകും എന്നൊക്കെ നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. 5ാമത്തെ ഒരു അമൽ എന്നുള്ളത് മുതലാളിയുടെ ദേഷ്യം മാറാൻ. നാം ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ, അവിടെയുള്ള മേലുദ്യോഗസ്ഥൻ മുതലാളി എപ്പോഴും ദേഷ്യപ്പെടുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. ആ മുതലാളിക്ക് നമ്മളോടൊരു റഹ്മത്ത് വരാൻ, ഒരു സ്നേഹമുണ്ടാകാൻ, ഒരു കാരുണ്യമുണ്ടാകാൻ രാവിലെയും വൈകുന്നേരവും 26 തവണ സുബഹിക്ക് ശേഷവും മഗ്രിബിക്ക് ശേഷവും ചൊല്ലിയാൽ മതി. യാ ഗഫൂർ യാ അല്ലാ, യാ ഗഫൂർ യാ അല്ലാ, യാ ഗഫൂർ യാ അല്ലാ എന്ന് 26 തവണ നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. അതോടൊപ്പം മുതലാളിയുടെ മുഖത്ത് നോക്കിയിട്ട് 11 പ്രാവശ്യം യാ ഗഫൂർ യാ അല്ലാ, യാ ഗഫൂർ യാ അല്ലാ, യാ ഗഫൂർ യാ അല്ലാ എന്ന് നമ്മൾ സ്ഥിരമായി പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിയുടെ ദേഷ്യം മാറിക്കിട്ടുകയും നമ്മളോടൊരു സ്നേഹവും മഹബത്തും ഉണ്ടാവുകയും ചെയ്യുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഗഫൂർ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. മറ്റു വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്യും. നമ്മൾ പറയുന്ന വിഷയങ്ങളൊക്കെ നല്ല ഈമാനോടെയും തവക്കുലോടെയും ചെയ്തുകൊണ്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.